ഹായ്, ഞാൻ ആരാണെന്നൊന്ന് പറയാം. എൻ്റെ പേര് ആദർശ് സുരേഷ്. എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ഞാനിപ്പം കോളേജിൽ തേർഡ് ഇയർ പഠിക്കുന്നു, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലി ഒരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ഞാനിപ്പോൾ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പോകുന്ന ഒരു പാത്ത്, ആ ഒരു പാത്ത് എനിക്ക് ജേർണൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു പാത്ത് ജേർണൽ ചെയ്ത് എനിക്കൊരു എവിഡൻസ് ആയിട്ട് വെക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എൻ്റെ സ്ട്രഗിൾസും പിന്നെ ഞാൻ ഈ പോകുന്ന പാത്തും പിന്നെ എൻ്റെ ആ ഒരു ഇമോഷനും എല്ലാ കാര്യങ്ങളും എനിക്കത് ജേർണൽ ചെയ്ത് പബ്ലിക്കായിട്ട് വെക്കണം. അതായത് എൻ്റെ ആ ഒരു പാത്ത് എനിക്കൊരു വളരെ സത്യസന്ധമായിട്ട്, അതായത് റോ ആൻഡ് അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന പോലെ എനിക്ക് അതേ രീതിയിൽ എൻ്റെ പാത്ത് ജേർണൽ ചെയ്ത് ഒരു എവിഡൻസ് ആക്കി വെക്കണം. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ സക്സസ് ആയി കഴിയുമ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വന്ന പാത്ത് കാണാം. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് ഒരു എവിഡൻസ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് സക്സസ് അല്ല, ഇതൊരു ലക്കല്ല എന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു പാത്ത് ജേർണൽ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ എൻ്റെ ഇനി ഉള്ള വീഡിയോ ഞാൻ എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആഴ്ചയും ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അനാലിസിസ്, അതായത് അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ റൂള് ഫോക്കസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കും. എന്നിട്ട് അതിൽ എന്താണോ റിസൾട്ട് അതെനിക്ക് ഓരോ ആഴ്ചയും അപ്ഡേറ്റ് ചെയ്ത് ഇതിലിടണം. അപ്പം ഞാനത് ഇപ്പം ഞാൻ പ്രോഫിറ്റബിൾ അല്ല, ബട്ട് ഞാൻ പ്രോഫിറ്റബിൾ ആകുന്നത് വരെ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഓരോ ആഴ്ചയിലുള്ള എൻ്റെ ആ ഒരു PNL കാര്യങ്ങൾ പിന്നെ എൻ്റെ സ്ട്രഗിൾസ് എല്ലാം എനിക്ക് ഷെയർ ചെയ്യണം. അപ്പം ഞാൻ മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാം എന്ന് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം യൂട്യൂബിൽ ഇഷ്ടം പോലെ ടോപ്പ് ട്രേഡേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ സക്സസ് ആയി കഴിഞ്ഞിട്ടാണ് അവരുടെ ജേർണി ഷെയർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ജേർണി എനിക്കത് ലൈവായിട്ട് മറ്റുള്ളവരെ കാണിക്കണമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞത് ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്ട്രഗിൾസ് കാണുമ്പോഴത്തേക്കിന് അവർക്ക് മനസ്സിലാവും ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജേർണൽ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ട്രേഡിങ്ങിൻ്റെ സ്റ്റോറി പറയാം. അതായത് ഞാൻ എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് എത്തിപ്പെട്ടത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതുവരെ എന്തൊക്കെ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഫ്യൂച്ചറിലുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ ട്രേഡ് അനാലിസിസും കാര്യങ്ങളും ചെയ്യുന്നതാണ്.